ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മിഠായിയാണ് കേട്ടോ. ക്യാരറ്റ് മിഠായിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല പാൽപേടയുടെ ടേസ്റ്റുള്ള ക്യാരറ്റ് മിഠായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾ ഈ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഈ മിഠായി എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ക്യാരറ്റ് മിഠായിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ ക്യാരറ്റ് നമുക്ക് ചെറുതായിട്ട് ചിരുകിയെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, വെള്ള എള്ള്. ഈ എള്ള് നമുക്ക് നിർബന്ധമല്ല കേട്ടോ, അത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. അടുത്തത് നമുക്ക് 1/2 കിലോ പഞ്ചസാരയാണ് വേണ്ടത്. 1 കിലോ ക്യാരറ്റിന് നമുക്ക് 1/2 കിലോ പഞ്ചസാര വേണം കേട്ടോ. അടുത്ത് നമുക്കൊരു 25 ഗ്രാം പൊട്ടുകടല, ഒരു 25 ഗ്രാം പൊട്ടുകടല. ഇനി നമുക്ക് വേണ്ടത് ഒരു 50 ഗ്രാം കപ്പലണ്ടി, ഒരു 50 ഗ്രാം കപ്പലണ്ടി. ഒരു 1/2 ലിറ്റർ പാല് കൂടി വേണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മിഠായി തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നെയ്യിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു അലുമിനിയം ഉരുളി നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്കൊരു 2 സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും മൊരിഞ്ഞു. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നമുക്കിനി ഈ നെയ്യിൽ തന്നെ ചിരുകി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുവിധം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പഞ്ചസാരയോടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഈ പഞ്ചസാരയും നെയ്യും ക്യാരറ്റിന്റെ വെള്ളം ഊറി വരുന്നതും കൂടി ആവുമ്പോഴേ നല്ല ലൂസ് ആവും. കണ്ടോ, ഇതിലെ വെള്ളം തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. അപ്പൊ നമുക്ക് അടപ്പൊന്ന് എടുത്തു നോക്കാം. കണ്ടോ, നല്ല വെള്ളം തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അടയ്ക്കണ്ട. ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കി വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. അപ്പൊ അതിനായിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ലിറ്റർ പാല് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത ഈ പാല് കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ പാൽ ഒഴിക്കുന്നതിന് മുമ്പ് ഞാൻ 1 സ്പൂണ് നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഈ പാല് ഒഴിക്കുന്നതിന് മുമ്പ് 1 സ്പൂണ് നെയ്യ് കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം പാൽ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. കൈയെടുക്കാതെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പാല് തിളച്ച് നല്ല കുറുകി വരണം. അപ്പോൾ അതുവരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ മിഠായി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പക്ഷെ ഇത് തയ്യാറാക്കി എടുക്കുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല, കുറച്ച് പാടാണ്. കാരണം കുറച്ച് സമയം എടുക്കും ഇതിന്റെ ഈ പാലൊക്കെ കുറുകി നല്ല ഡ്രൈ ആയിട്ട് വരണം. അപ്പൊ അതിന് കുറച്ച് സമയം എടുക്കും, ഒരു 1-2 മണിക്കൂർ എടുക്കും. അപ്പൊ അത്രയ്ക്കുള്ള പണിയുണ്ട്. എന്നാൽ അതുപോലെ തന്നെയാണ് നല്ല ടേസ്റ്റുമാണ്. നല്ല പാൽപ്പേടയുടെ ടേസ്റ്റാണ്. നമ്മൾ പാൽപ്പേടയൊക്കെ കഴിക്കും പോലെ അത്ര നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ഏകദേശം വറ്റി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് കടലയും കപ്പലണ്ടിയും ഇട്ട് കൊടുക്കാം. പൊട്ടുകടലയും കപ്പലണ്ടിയും. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 3 സ്പൂണ് എള്ള് കൂടി, വെള്ള എള്ള് കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം.
ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്, പാത്രത്തിന്റെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളിത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. നമ്മൾ ഈ കപ്പലണ്ടിയും കടലയും മസ്റ്റാണ് കേട്ടോ. മിഠായി നല്ല സെറ്റായി വരുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ കപ്പലണ്ടിയും കടലയും എല്ലാം നമുക്ക് അതിൽ കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ല നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മുടെ ഈ ക്യാരറ്റ് ഹലുവയൊക്കെ ഉണ്ടാക്കുന്നത് ഈ രീതി തന്നെയാണ് കേട്ടോ. പക്ഷെ ഇത് നമുക്ക് അതിൽ നിന്നും കുറച്ചുകൂടെ ഹാർഡാക്കി എടുക്കണം. ഈ ക്യാരറ്റ് ഹലുവയിൽ നിന്നും കുറച്ചുകൂടെയൊക്കെ ഹാർഡാക്കിയിട്ട് നല്ലപോലെ ഇളക്കി നല്ല കട്ടിയാക്കി എടുക്കണം. എന്നാലേ നമുക്ക് മിഠായി ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതിലെ പാലും നെയ്യും വെള്ളമൊക്കെ വറ്റി നല്ല കട്ടിയായി വരണം. ഇതിപ്പോൾ ഒരുവിധം വെള്ളമൊക്കെ വറ്റി കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഒരുവിധം വെള്ളമൊക്കെ വറ്റി നല്ല കട്ടിയായി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, പാത്രത്തിന്റെ അടിയിൽ നിന്നും ഇളകി വരുന്നുണ്ട്. നമ്മളിങ്ങനെ പാത്രത്തിന്റെ അടിയിൽ നിന്ന് ഇത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ ഇളകി വരും. അപ്പോൾ അതായത് ഇതുപോലെ. അപ്പോൾ ഇത് ഏകദേശം വറ്റി വരുന്നതാണ്. പക്ഷെ ഇത് ഈ ഹാർഡ്നെസ് പോരാ, ഇത് കുറച്ചുകൂടെ നല്ല കട്ടിയാവാനുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇളക്കി നല്ലപോലെ കട്ടിയാക്കി എടുക്കാം. ഇതിൽ ഞാൻ വേറെ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതാണ് ഇതിന് അത്ര നല്ല കളർ തോന്നാത്തത്. ഇതിപ്പോ നമ്മൾ ചേർത്ത ക്യാരറ്റ്, പാല്, കപ്പലണ്ടി, കടല, നെയ്യ് ഇതിന്റെയൊക്കെ കളറേ ഉള്ളൂ. ഇത് നല്ല ഹാർഡായിട്ട് വരുമ്പോഴത്തേക്കും, നല്ല കട്ടി വരുമ്പോഴത്തേക്കും ഈ കളറും മാറും. ഈ കളറും മാറിയിട്ട് ഒരു ബ്രൗൺ കളറിലോട്ട് വരും. ഇത് ഈ റെഡ് കളറിൽ നിന്ന് മാറിയിട്ട്, ക്യാരറ്റിൻ്റെയൊക്കെ റെഡ് കളറിൽ നിന്ന് മാറിയിട്ട് ഒരു ബ്രൗൺ കളറിലോട്ട് വരും. ആ ബ്രൗൺ കളറിലോട്ട് വന്നിട്ട് നല്ല കട്ടിയാവും. നമ്മൾ ഇളക്കി നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പോൾ ഒരുവിധം ഹാർഡായി തുടങ്ങി, ഒരുവിധം കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് പോരാ, ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇതിലെ മുഴുവൻ നനവും പോകണം. ഈ വെള്ളത്തിൻ്റെയും പാലിൻ്റെയും മുഴുവൻ നനവും പോകണം. നനവും പോയിട്ട് നല്ല കട്ടിയായി വരണം. എന്നാലേ നമുക്ക് മിഠായി സെറ്റായി വരുള്ളൂ. ഇതിപ്പോൾ നല്ല ഹാർഡായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റിപ്പോയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി നല്ല മിഠായിയുടെ പരുവായി വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഇത് മതിയാവും, ഇത്രയും മതിയാവും. ഇത് നമ്മൾ മിഠായിയുടെ നല്ല പരുവായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇത് നമ്മളെ ഫാനിന്റെ അടിഭാഗത്തോലും വെച്ച് ഇതൊന്ന് തണുപ്പിച്ചെടുക്കും. ഒരു 15 മിനിറ്റ് ഫാനിന്റെ മൂട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് തണുത്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് മിഠായി തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്കൊരു നെയ്യ് തടവിയ തട്ടം എടുക്കാം. ഒരു നെയ്യ് തടവിയ ഒരു തട്ടം. നമുക്ക് ഈ മിഠായി ഇനി ഈ തട്ടത്തിലേക്ക് മാറ്റാം. തട്ടത്തിലേക്ക് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഈ ചെയ്യുന്നത് പോലെ കുറേശ്ശെ കോരി അത് സെറ്റ് ചെയ്ത് കുറേശ്ശെ സെറ്റ് ചെയ്ത് നല്ല ആ തട്ടം, ഇപ്പം നമ്മൾ എടുക്കുന്ന തട്ടത്തിന് കറക്റ്റ് നിറച്ച് വരും. അത് കണക്കാക്കി എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂർ വരെ വെച്ച് തണുപ്പിച്ച് എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ പാൽപ്പേടയുടെ ടേസ്റ്റുള്ള ക്യാരറ്റ് മിഠായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. പുതുതായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ നല്ലൊരു വീഡിയോയുമായി കാണാം. ഓക്കെ.